ഹലോ, ഇന്ത്യയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ആ ശരി, ഓക്കെ, ഞാൻ പറയാം. സോമചേട്ടൻ എവിടെ അമ്മേ? അവൻ പുറത്തുണ്ട്. എന്നാടി? സോമചേട്ടാ, അമ്മേ, സോമചേട്ടാ, സോമചേട്ടാ, കണ്ണു തുറക്ക് സോമചേട്ടാ. ഒപ്പിട്ടെ. എന്നാത്തിനാ? സോമനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുമെന്നാ പറയുന്നേ. മോളുടെ 10ാം പിറന്നാളല്ലേ? എന്റെ ഈശ്വരാ. ദേവി, എന്ന് വെച്ചാ കുഞ്ഞ് ജനിച്ച് 10ാം വയസ്സിൽ കുഞ്ഞിന്റെ അച്ഛന് ആയുസ്സിന് കേടാ. മുന്തിയത് അന്തക്കാല, മരണം ഏകദേശം ഉറപ്പാ. അനഫിലാക്റ്റിക് ഷോക്ക്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ. പനിയും ശരീരവേദനയായിട്ടാണ് ഇയാൾ വന്നത്. ഡൈക്ലോഫെനാക് എന്നൊരു പെയിൻ കില്ലർ ഉണ്ട്. അതാ ഡോക്ടർ പയ്യൻ മസ്കുലറായിട്ട് കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ ചാടി കയറി IV ആയിട്ടാണ് കൊടുത്തു. അതും ടെസ്റ്റ് ഡോസ് പോലും എടുക്കാതെ. എന്ന് വെച്ചാ മസിലിൽ കുത്തേണ്ടത് ഞരമ്പി കുത്തി ഇങ്ങനെയൊക്കെ പറ്റും. MBBS പോലും പാസ്സാവാതെ ജനറൽ പ്രാക്ടീസിന് വരുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ കാശിലാവാൻ നോക്കി ചികിത്സിക്കാൻ വിടുമ്പോൾ ഇതിനപ്പുറം പറ്റും. ഇതിലപ്പുറം ഇനി എന്നാ സംഭവിക്കാനാ? ഇനി നമ്മൾ എന്ത് ചെയ്യും? അതേ താറാവിന് വരുന്നൊരു ദീനത്തിന് എന്തുവാ പറയുന്നേ? H5N1 താറാപ്പനി. അത്രയും മതി. ഇവന് വന്നത് താറാവ് പനി. താൻ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. അതിന് വൈറോളജി ലാബിൽ നിന്ന് രോഗം കൺഫേം ചെയ്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. കണ്ടം പോലെ കിടന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു കടലാസും കിടുതാപ്പും ഒന്നും ഇല്ലാതെയാ കെട്ടിടവും സെറ്റപ്പും ഒക്കെ കെട്ടിപ്പൊക്കിയത് ഈ മൈസൂരാൻ. പിന്നെയാ ഈ സൂക്കേടിന്റെ ഒരു സർട്ടിഫിക്കറ്റ്. അതേ, ദീനം വന്ന് തട്ടിപ്പോയവന്റെ ബന്ധുക്കളുടെ ദീനരോധനം കേട്ട് നാട്ടുകാരൊന്ന് ഞെട്ടണം. അപ്പോഴാ സംഗതി കളറാവുന്നത്. മനസ്സിലായ? താമ്പാ കുഴപ്പമില്ല, അൺകോൺഷ്യസാ. ഗുരുത്വമായി. ഇല്ലെങ്കിലേ ഇയാളുടെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നേനെ ഏതെങ്കിലും കുരുടാനോ മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ. താമ്പാ. ചന്തുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. മൈസൂരാനെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുക. വ്യാജ ഡോക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. ചന്തുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. മൈസൂരാനെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുക. വ്യാജ ഡോക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. മൈസൂരാനെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുക.
ചെയ്യപ്പെട്ട ചന്തു എന്ന യുവാവിന്റെ മരണം വഴിത്തിരിവിലേക്ക്. സോമൻ എന്ന കൃഷി ഓഫീസറുടെ നിശ്ചയദാർഢ്യവും വ്യത്യസ്തമായ സമരമുറകളും ഇവിടെ വിജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോർജ് തോമസ് എന്ന വ്യക്തിയുടെ സാക്ഷിമൊഴിയിൽ നിന്ന് ആരംഭിച്ച കേസ് പിന്നീട് കൂടുതൽ തെളിവുകളുടെ പിൻബലത്തോടുകൂടി വളരെ കരുത്താർജിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചന്തുവിന്റെ മരണം പക്ഷിപ്പനി മൂലമാണെന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോയ കേസ് സോമൻ എന്ന കൃഷി ഓഫീസറുടെ ശക്തമായ ഇടപെടൽ മൂലം അത് ആശുപത്രി ജീവനക്കാരുടെ മെഡിക്കൽ നെഗ്ലിജൻസ് കാരണമാണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. ഇത് മൈസൂരൻ എന്ന രാഷ്ട്രീയക്കാരനിലേക്കും അയാളുടെ അനുയായികളിലേക്കും അന്വേഷണം നീളുമെന്നാണ് ഇപ്പോൾ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ സാധിച്ചിരിക്കുന്നത്. കേസിനാസ്പദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനായി ജോർജ് തോമസിനൊപ്പം സോമനും നെടുമുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സർ, ഈ ഒരു അവസരത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഇവന്മാർ ഒരു കാരണമില്ലാതെ ജോർജ് മാഷിനെ 2 ദിവസം ICUവിൽ പിടിച്ച് കിടത്തിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. ഇവരുടെ തെറ്റ് തന്നെയാണ് ഇവർക്ക് വിനയായത്. പിന്നെ ഇവർ വിശ്വസിച്ചിരുന്നത് ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരാളും പ്രതികരിക്കാൻ വരില്ല എന്നുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനൊരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാടൊന്നും നന്നാൻ പോകുന്നില്ല. അതിനെല്ലാവരും സഹകരണം വേണം, പ്രത്യേകിച്ച് മീഡിയക്കാരുടെ. അല്ലാതെ രാഷ്ട്രീയക്കാരിരുന്ന് എച്ചിൽ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി വാർത്തകളും ചർച്ചകളും സംഘടിപ്പിക്കുകയല്ല മീഡിയ ചെയ്യേണ്ടത്. നമ്മൾ അന്യായം എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ജാതിയോ മതമോ വലിപ്പമോ ചെറുപ്പമോ രാഷ്ട്രീയമോ നോക്കാതെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരണം, പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാർ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. താങ്ക് യു.